AK വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കും. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇന്നലെ നാളെ പോലെ ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മരണം വഴി യാത്രയായാലും അനേകരുടെ ഓർമ്മകളിൽ നമ്മൾ മരിക്കത്തില്ല. എന്റെ മക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്കൂളിലാണ്, സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. ഞാൻ ഇവിടെ നിന്നാണ് റിട്ടയർ ആയി പോയത്. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും കൂടാണ് ഇത് നടക്കുന്നത്. അതിനുവേണ്ടി എന്നെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷാ പദ്ധതിയുടെ പത്രം സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങൾ 2 പേരാണ്. അപ്പം ഞാനും അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. സ്നേഹബഹുമാനപ്പെട്ട മാനേജർ റവറൻഡ് സിസ്റ്റർ സലോമി CMCയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ PU തോമസ് ആണ്. PU തോമസ് ചേട്ടനെ കുറിച്ച് പറയേണ്ടത് ജീവിക്കുന്ന വിശുദ്ധൻ എന്നാണ്. ജീവിക്കുന്ന വിശുദ്ധൻ എന്നാണ് പറയേണ്ടത്. പാവങ്ങൾക്ക്, ആരോരുമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുവാനായി ദൈവം നിയോഗിച്ചിട്ടുള്ള ദൈവദൂതനാണ് തോമസ് ചേട്ടൻ എന്ന് നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട തോമസ് ചേട്ടനെ നിങ്ങൾ എല്ലാവരുടെയും പേരില്, ഈ യോഗത്തിന്റെ പേരില് സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായിട്ട് റേഡിയോ FM ക്ലബിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റവറൻഡ് ഫാദർ ജോമി കുമ്പകാട്ടാണ്. സ്നേഹബഹുമാനപ്പെട്ട ജോമി കുമ്പകാട്ടച്ചനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ, ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത്
നമ്മുടെ TCL നാഷണൽ കോർഡിനേറ്റർ ശ്രീ വർഗീസ് കൊച്ചുകുന്നേൽ സാറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഈ സ്ഥാപനത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ജിബിൻ പാലിയത്തച്ഛനാണ്. അപ്പോൾ സ്നേഹപൂർവ്വം അച്ഛനെ ഈ വേദിയിലേക്ക്, ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുതിയ PTA പ്രസിഡന്റാണ്. ഈ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സിജോ ആന്റണി, റേഡിയോ പബ്ലിക് റിലേഷൻ മാനേജരാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ആലീസ് ടീച്ചറിനാണ്. ആലീസ് ടീച്ചറിന് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല പരിചയമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ടീച്ചറിന്റെ നിരവധി പ്രോഗ്രാമുകൾ യൂട്യൂബിലും വീഡിയോയിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നിരവധി തവണ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചറിനെ നിങ്ങൾക്കെല്ലാം പ്രിയങ്കരിയാണ്. നമ്മുടെ സ്ഥാപനത്തിന് ടീച്ചർ ഏറെ പ്രിയങ്കരിയാണ്. ഏറെ വർഷക്കാലം നമ്മുടെ ഈ വിദ്യാലയത്തില്, ഈ സെന്റ് മേരീസ് മുത്തശ്ശിയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് നിരവധി പൊന്മക്കൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി കർമ്മ പദ്ധതികൾ വിജയകരമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വ്യക്തിത്വമാണ് ശ്രീമതി ആലീസൺ ടീച്ചർ. ആലീസൺ ടീച്ചറായിരുന്ന കാലത്തും നിരവധി തവണ ദീപിക പത്രം സ്പോൺസർ ചെയ്ത ചരിത്രമുണ്ട്. അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ടീച്ചർ ഈ വർഷവും നിങ്ങൾക്ക് വേണ്ടി ദീപിക പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നു. നമ്മളെ ഇത്രയേറെ സ്നേഹിക്കുന്ന ശ്രീമതി ആലീസൺ ടീച്ചറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും സ്വാഗതം നേർന്നുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ദീപിക ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളാണ്. നവജീവൻ ട്രസ്റ്റ് പി തോമസാറിനെ കുറിച്ച് നമുക്ക് ഒത്തിരി സന്തോഷവും ആദരവും ഉണ്ട്. ഒരു മനുഷ്യന് എങ്ങനെ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പലപ്പോഴും ഓർത്തുപോയിട്ടുണ്ട്. സാറിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും ലേഖനങ്ങളും ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. സാറിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ തന്നെ, സ്വഭാവ രൂപീകരണത്തിൽ തന്നെ ദീപിക ഒരു മാധ്യമമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രേരക ശക്തിയായിരുന്നുവെന്ന്. കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക, വായിച്ചു വളരുക. അതാണ് നമ്മളല്ലാതെ അവിടെയും ഇവിടെയും കണ്ടതും കേട്ടതും ഒക്കെ തൊട്ടും പിടിച്ച് അവിടെ മാധ്യമങ്ങളിലൊക്കെ കുറേയേറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അതേസമയം നമ്മളുടെ ബുദ്ധി വളരണമെങ്കിൽ, നമ്മുടെ ചിന്തകൾ വളരണമെങ്കിൽ, അതുപോലെ തന്നെ സാമൂഹ്യ അവബോധം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം, വായിച്ചു വളരുക. അപ്പോൾ എല്ലാ വിജയങ്ങളും ഇന്നത്തെ എല്ലാ പരിപാടികളും ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ജനതകൾക്ക് മാതൃക ജീവിതം ചൂണ്ടിക്കാട്ടിയ ശ്രീ PU തോമസ് സാർ, അദ്ദേഹം ഇനി വേദിയിൽ സന്നിഹിതനാണെന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ശ്രീ PU തോമസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞാവന മക്കളെ, ഒത്തിരി സന്തോഷവും സ്നേഹവും ഉണ്ട് ഈ പരിപാടിയിലൊക്കെ വന്ന് കണ്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതൊക്കെ. സ്നേഹം നിറഞ്ഞ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ. എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി എനിക്ക് കഷ്ടപ്പെടാൻ ഒരാഗ്രഹം ഉണ്ടാവണം. നമ്മുടെ നവജീവനിൽ കൂടെ ദിവസവും
5000-ത്തിലധികം ആളുകൾക്കാണ്, രോഗികൾക്കും അവരുടെ കൂട്ടുകാർക്കും നല്ല ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്നു. മെഡിക്കൽ കോളേജ്, കുട്ടികളുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ആയുർവേദ ആശുപത്രി, കൂടാതെ 140-ലധികം ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടു ചെലവിന് 3,40,000 രൂപ കൊടുക്കുന്നു. അതുപോലെ അവർക്ക് ആവശ്യമായ അരിയും പലവ്യഞ്ജനവും പച്ചക്കറി കൊടുത്ത് സഹായിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു. ഒരുപാട് പേരുടെ മരണങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ. ക്യാൻസർ വാടി ദിവസവും മരണങ്ങളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കും. ഒഴുകൽ വറുത്തത്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, കക്ക ഫ്രൈ, ബട്ടർ ചിക്കൻ, പൊറോട്ട, കപ്പ വേവിച്ചത്, മീൻ കറി, ബിരിയാണി എല്ലാം കൊടുക്കും. അത് അവസാനത്തെ ഭക്ഷണമാണ് പലരും. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അറിഞ്ഞു അവർ മരിച്ചുപോയി. തോമസ് ചേട്ടാ വൈകിട്ട് കൊണ്ടുപോയി. ഒരു നേരത്തെ മരുന്നിന് മാർഗമില്ലാതെ വീട് സ്ഥലവും നഷ്ടപ്പെട്ട് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കരയുന്ന കുഞ്ഞുങ്ങളുടെ ദിവസവും കാണുന്നുണ്ട്. ഓരോ കുഞ്ഞുമക്കളുടെ കരച്ചിലുകളും ദിവസവും കാണുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ കുഞ്ഞോമന മക്കളെ, നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ ആഗ്രഹമുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നേക്കാൾ വിഷമിക്കുന്നവർക്ക് വേണ്ടി വേണം എനിക്ക് വിഷമിക്കാൻ. എന്നേക്കാൾ സങ്കടപ്പെടുന്നവരെ ഓർത്ത് വേണം എനിക്ക് സങ്കടപ്പെടാൻ. ഇതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദൈവസന്നിധിയിലുള്ള വലിയ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്താൽ അനുഗ്രഹം നിറഞ്ഞ് നമ്മൾ ജീവിക്കും. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇന്നല്ലേ നാളെ പോലെ ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മരണം വഴി യാത്രയായാലും അനേകരുടെ ഓർമ്മകളിൽ നമ്മൾ മരിക്കത്തില്ല. അനേകരുടെ ഓർമ്മകൾ നമ്മൾ മരിക്കത്തില്ല. ആ ഓർമ്മകളിൽ കൂടെ അനേക പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സഹായികളായി, അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി ജീവിക്കുവാൻ നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ച് തീരണം. അങ്ങനെ ജീവിച്ച് തീരാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതും വിലപ്പെട്ടതുമായി തീരുന്നത്. ഹിന്ദി ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ്, മാത്സ് ക്ലബ്, KCSL, വിൻസെന്റ് ഇപ്പോൾ, സയൻസ് ക്ലബ്, DCL, എക്കോ ക്ലബ്, IT ക്ലബ്, ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന റേഡിയോ ക്ലബ്ബുകൾക്ക് മറ്റ് ക്ലബ്ബുകൾക്കും അതോടൊപ്പം തന്നെ റേഡിയോ ക്ലബിനും എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഈ ജൂലൈ 12-ാം തീയതി ഒരു പെൺകുട്ടിയുടെ ദിനം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. ഏതാണെന്നറിയോ? ആരെന്ന് പറഞ്ഞു? ഇവിടുന്ന് 1-2 പേര്. യെസ്, മലാല ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് മലാല ഡേ. ജൂലൈ 12 നമുക്കറിയാം, സ്വാത്ത് താഴ്വരയിൽ, അഫ്ഗാന്റെ താഴ്വരയിൽ തീവ്രവാദികളുടെ മുൻപിൽ, അവരുടെ തോക്കിന്റെ മുൻപിൽ പോയി നിന്നിട്ട് ഞങ്ങളുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം വേണമെന്നൊക്കെ അതിശക്തമായിട്ട് വാദിച്ച ഒരു പെൺകുട്ടിയാണ് മലാല. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ഒക്കെ ലോകം നൽകി ആദരിച്ച മലാലയൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുമ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, മലാലയെ പോലെ നമുക്കും ബിലീവ് ഇൻ യുവർസെൽഫ്, എംബ്രേസ് യുവർ യുണീക്ക്നെസ് ആൻഡ് നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. താങ്ക് യു. എല്ലാ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്ന ഈ സമയത്ത് എൻ്റെ മക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവസരങ്ങൾ ഒന്നും മാത്രമേ ഉള്ളൂ. ആൻഡ്
ഇൻസ്പയർ യുവർ. ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിൻ്റെ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ, എൻ്റെ മോള് ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു, നമുക്കറിയാം. അപ്പം ആ പഠനത്തെ കാലത്ത് കുട്ടിക്ക്, എൻ്റെ മോൾക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹവും ഒരു പ്രചോദനവും, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയത് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനത്തിൽ പഠിക്കുവാനും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി തന്നത് ഈ മനോഹരമായ, ഈ പേര് കേട്ട ഈ സെന്റ് മേരീസ് സ്കൂളാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Now I would like to invite our former teacher, Mrs. Alison, who sponsored Deepika newspaper for our school for felicitation. വേദിയിലും സദസ്സിലും ഘോഷരായിരിക്കുന്ന വിശിഷ്ട അതിഥികളുടെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സ്കൂളിൽ ഭാഷാ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ പത്രവിതരണം നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയത് കുട്ടികളുടെ ദീപിക കൊടുത്താണ്. അങ്ങനെയാണ് കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉണ്ടായത്. അതുപോലെ 32 വർഷത്തെ എൻ്റെ സേവനത്തിനിടയിൽ 30 വർഷവും DCNക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഞാൻ. നിങ്ങൾക്കിപ്പം എന്നെ അറിയത്തില്ലായിരിക്കും, ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോയിട്ട് 6 വർഷമാകുന്നു. അപ്പോൾ മാധ്യമ ലോകത്ത് ദീപിക പത്രത്തെ അക്ഷരമുത്തശ്ശി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കുട്ടികളിലുള്ള കഴിവുകളെ വികസിപ്പിക്കുവാൻ വായന കൂടിയേ തീരൂ. സത്യസന്ധമായും നിഷ്പക്ഷമായും വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ദീപികയുടെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ദീപിക പത്രത്തിൻ്റെ എഡിറ്റോറിയലാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഞാൻ പത്രം ഇവിടെ സ്പോൺസർ ചെയ്തു. അപ്പം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് പത്രം കിട്ടിയാൽ എല്ലാ ദിവസവും പത്രം കിട്ടും. ആ പത്രം കിട്ടുമ്പോൾ ദീപികയുടെ മുഖപ്രസംഗം വായിച്ച് വസ്തുനിഷ്ഠമായി ഇന്നത്തെ കാലത്തെ ഒന്ന് വിലയിരുത്തി യഥാവിധം മുന്നോട്ട് പോകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിലുള്ള കഴിവുകളെ വികസിപ്പിക്കുവാൻ വായന കൂടിയേ തീരൂ. ഞാൻ ഈ സ്കൂളിൽ നിന്നും പോയിട്ട് 6 വർഷമായെന്ന് പറയുന്നത്. 2-3 കൊല്ലം വെറുതെ വീട്ടിലിരുന്നു ചുമ്മാ വിളിച്ചു, അങ്ങനെ ഒരു സമയം പോകുന്നില്ല, ഭയങ്കര വിഷമം. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് പോയപ്പോൾ തന്നെ എനിക്ക് കുറേ കുട്ടികൾ എൻ്റെ കൂടെയുണ്ട്. കാരണം ഏത് കാര്യത്തിൽ അവരെ വിളിച്ചാൽ എൻ്റെ വീട്ടിൽ വരും, ഞാൻ അവരുടെ വീട്ടിൽ പോകും. അതുപോലെയുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഞാനും കുട്ടികളുമായിട്ട്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തുമില്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ കുട്ടികളെല്ലാം പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല, ടീച്ചർ ഇച്ചിരി കൂടെ സ്കൂളിലെ കൂടെ ഉണ്ടാകണം. അതിനു വേണ്ടി ആ കുട്ടികളുടെ നിർബന്ധത്തിനാണ് AK വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. ഇപ്പോഴും ആ ചാനൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. AK വ്ലോഗ്സ് പണ്ടൊക്കെ ഞാൻ ഇവിടെ കയറി നിന്ന ഞാൻ പിള്ളേരെ എൻ്റെ മക്കളെ വിളിക്കും, അവരെല്ലാം വിളി കേൾക്കുമായിരുന്നു. ഒന്ന് വിളിച്ചോട്ടെ, എൻ്റെ മക്കളെ. Thank you.